ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാമത് വാക്യം, അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല എന്ന വചനമാണ്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിങ്കലേക്ക് നോക്കുന്നവരും ദൈവത്തിനു വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരുമായി ജീവിക്കുന്നു. അവരുടെ തലമുറകൾക്ക് ലഭിക്കുന്നതായ ബഹുമാനങ്ങളും ആദരവുകളും നന്മകളും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 32-ാമത് വാക്യം പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടു കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന ചോദ്യമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ആദരിക്കാതെ നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന പദമാണ്. എന്നാൽ 17-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാലത്രേ എന്നുള്ള വചനവുമുണ്ട്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ നിലയിൽ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്, നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സുവിശേഷങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരുവൻ അപ്പനെ വിട്ട് അപ്പൻ്റെ വീട് വിട്ട് പോയെങ്കിലും ആ മകൻ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തോടെ മനസ്താപത്തോടെ പിതാവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ മകൻ ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടിട്ട് അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ സ്വയം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച തന്ന യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് ആ നിലകളിൽ ജീവിക്കുന്ന നമ്മെയും നമ്മുടെ തലമുറകളെയും
ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം പ്രാപിച്ച് അതിൻ്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദത്തങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.